ഇതുപോലെ തീർന്ന ടാബ്ലറ്റിൻ്റെ കവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് വാ, നമുക്കൊരു സാധനം ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ടാബ്ലറ്റൊക്കെ തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ കവർ നേരെ എടുത്ത് വേസ്റ്റിലേക്ക് കളയും അല്ലേ. ഇനി തൊട്ടത് കളയില്ല കേട്ടോ. നമുക്കത് വെച്ചിട്ട് നല്ല ക്യൂട്ട് കമ്മലും നെക്ലേസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ കുറച്ച് ടാബ്ലറ്റിൻ്റെ കവർ ഇതുപോലെ എടുത്തിട്ടുണ്ട്. തീർന്നു പോയ ടാബ്ലറ്റിൻ്റെ കവർ പല ഷേപ്പിലും സൈസിലും ഉള്ളതാണ് കേട്ടോ. നമുക്ക് എല്ലാ തരത്തിലുള്ള ടാബ്ലറ്റും വെച്ചിട്ട് ടാബ്ലറ്റിൻ്റെ കവർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്കിതെല്ലാം ഒന്ന് നിവർത്തിയെടുക്കണം. ഇത് റൗണ്ട് ഷേപ്പിലുള്ള ഞാനിതൊരു പേന വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തോളാം. അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ നല്ല അതിനകത്ത് ചുളുവൊന്നും ഇല്ലാതെ കിട്ടും. അതെല്ലാം നിവർത്തിയെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് കളർ ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയിൽ പോളിഷാണ് കേട്ടോ. നെയിൽ പോളിഷ് ആകുമ്പോൾ നമ്മുടെ എല്ലാവരും അടുത്ത് എപ്പോഴും ഉള്ള ഒരു സാധനമാണല്ലോ. ഇനി ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. എന്ത് തന്നെയായാലും നമ്മൾ ഇതുപോലെ നന്നായിട്ട് കളർ ചെയ്ത് വെക്കുക. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഉണങ്ങിയ ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം ഒരു കമ്മലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് റൗണ്ട് ഷേപ്പിലുള്ള ടാബ്ലറ്റിൻ്റെ ഇത് കവർ എടുത്തിരിക്കുന്നത്. ഞാൻ ഇതുപോലെ 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പേപ്പറിലോട്ട് അല്ലെങ്കിൽ ക്യാൻവാസ് ഷീറ്റിലോട്ട് അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് പേപ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കണം. കമ്മൽ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ എന്തായാലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തും ഉള്ള ഒരു സാധനമാണല്ലോ. നമ്മളിതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കില്ല കേട്ടോ. നമ്മൾ ഒട്ടിക്കുമ്പം പതുക്കെ വെച്ച് കൊടുക്കുക. ഹാർഡായിട്ട് പ്രസ് ചെയ്ത് അത് അകത്തോട്ടായിപ്പോവും. പിന്നെ അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അത് നന്നായിട്ടൊന്ന് ഉണങ്ങിയ ശേഷം നമുക്കിത് ഇതുപോലത്തെ ചെയിനൊക്കെ മേടിക്കാൻ വേണ്ടി കിട്ടും. ഈ സ്റ്റിച്ചിങ് സാധനമൊക്കെ കിട്ടുന്ന കടകളിലൊക്കെ കിട്ടും കേട്ടോ. അതിൻ്റെ സൈസിന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക. നമ്മളിത് ഉണങ്ങുന്നതിന് മുമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തെന്നിപ്പോവും. അപ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി സമയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇത് ഡ്രൈ ആയി കിട്ടും. പിന്നെ ഒരിക്കലും പോകത്തില്ല കേട്ടോ. നല്ല ഈ ഒരു ഗമ്മ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗമ്മ് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കമ്മലിൻ്റെ 2 പീസും കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കമ്മലാക്കി എടുക്കുന്നതിന് കമ്മലിൻ്റെ പുറകിലത്തെ മുട്ട് ഇത് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. ഒരെണ്ണത്തിന് 2 രൂപയൊക്കെ വിലയുള്ളൂ. ഇതുപോലെ ആ ഗ്ലൂ വെച്ചിട്ട് അങ്ങോട്ട് പതുക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതും കുറച്ച് സമയം ഇരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് ഒട്ടിയിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കമ്മൽ റെഡിയായി. ഇനി ഞാൻ ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടാബ്ലറ്റിൻ്റെ കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ നെയിൽ പോളിഷാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തേച്ച് ഉണങ്ങി കഴിയുമ്പോഴേക്കും ഞാനതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. നമ്മളെല്ലാ സൈഡും നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടും കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ക്യാൻവാസിൻ്റെ ഷീറ്റാണ്. ഇത് കട്ടി കുറഞ്ഞൊരു ഷീറ്റാണ് കേട്ടോ. ഇതിലേക്ക് ഗമ്മാക്കി കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതൊന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പം നമ്മൾ നേരത്തെ വെച്ച് കൊടുത്ത പോലെ ഈ ചെയിനില്ലേ അതും കൂടെ ഇതിൻ്റെ വട്ടത്തിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഉണങ്ങിയ ശേഷം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു നെക്ലേസ് ആയതുകൊണ്ട് ഒരു 4 പീസ് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അടിയിൽ ക്യാൻവാസിൻ്റെ ഷീറ്റ് വെച്ച് നമ്മൾ അങ്ങോട്ട് നെക്ലേസ് ഉണ്ടാക്കുമ്പം നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതുപോലെ 2 പീസ് ഒരേ സൈസുള്ള 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകിലേക്ക് നമുക്ക് ഇച്ചിരി ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം ലെങ്ത് ഏത് ഷേപ്പും വേണ്ട അതനുസരിച്ചുള്ള രീതിയിൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കയറ്റി ഇറക്കി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഒരേ ലൈനിലാണ് ഇത് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം വേറൊരു പീസില്ലേ അതെടുത്തിട്ട് അതിൻ്റെ 2 അറ്റത്തും കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ 2 വള്ളി ചരടാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്കിത് തമ്മിലങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. മാലയുടെ പുറകു വശം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഹുക്ക് ഉണ്ടെങ്കിൽ ഹുക്കും ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള റിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ചിട്ട് മാല ഉണ്ടാക്കാം. പക്ഷേ അതാകുമ്പോൾ എല്ലാവരും അടുത്തും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പേളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പേളുകൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇതെന്തായാലും നന്നായിട്ടൊന്ന് ഉണങ്ങിയ ശേഷം ഞാൻ ഇതിൻ്റെ ഈ ഒരു 2 സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ മുറിഞ്ഞു പോകരുത്. അപ്പോൾ അതൊക്കെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ മാലയും കമ്മലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ടാബ്ലറ്റിൻ്റെ കവറൊക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടപ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും.